രാവിലെ അതേ സൂര്യൻ ഉദിച്ചു വരുന്നു. രാത്രിയിലെല്ലാം ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സ്പീഡിലാണ് വണ്ടികളൊക്കെ പോകുന്നത്. ആ സ്പീഡിലാണ് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നേപ്പാളിലെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ നമ്മൾ വഴിശ്ശേരി വണ്ടിയൊക്കെ ഒതുക്കിയിട്ടാണ് കിടന്നുറങ്ങിയത്. അങ്ങാലോട്ട് നോക്കിയത് സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നല്ല നിരപ്പ് വഴിയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആ മലയൊക്കെ കയറിയാണ് പോകേണ്ടത്. അപ്പോൾ കേരളത്തിൽ നിന്നും കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ചെറിയൊരു കടയുണ്ട്. അപ്പോൾ അവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ മുത്ത് വാഷ്റൂമിൽ പോയിട്ടുണ്ട്. നേപ്പാളിലായതുകൊണ്ട് പതിവില്ലാതെ ഇന്ന് രാവിലെ എണീറ്റു. അപ്പോൾ സമയം 6:30 ആയതേ ഉള്ളൂ. 6 മണി കഴിഞ്ഞപ്പോൾ എണീറ്റു. 6:30 എന്ന് പറഞ്ഞാൽ നാട്ടിൽ 6:15 ആയതേ ഉള്ളൂ. ആ അതെ, രാവിലെ നമുക്ക് ഓരോ ചായയൊക്കെ കുടിക്കാം. കടക്കാരൻ രാവിലെ ഞാൻ വന്നപ്പോഴേ ചായ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എന്താ ചോദിച്ചു, കേരളത്തിൽ നിന്നാണോ വരുന്നതെന്ന് ചോദിച്ചു. എത്ര ദിവസം എടുത്തെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതേ സൂര്യൻ നല്ലപോലെ ഉദിച്ച് മോളി വന്നു. ആ ഉദിച്ച് വന്നപ്പോൾ കാണാൻ എന്ത് രസമായിരുന്നു. വണ്ടികൾ ഇഷ്ടം പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതുകൊണ്ട് അങ്ങോട്ടും പോകുന്നുണ്ട്. ബ്ലോക്ക് ഇല്ലാതെ അങ്ങ് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോഴേ അറിയത്തില്ല. ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു. ഇന്നലെ പക്ഷേ ബ്ലോക്ക് കാണിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ആ ദീദി രാവിലെ പൂജകളൊക്കെ ചെയ്യുക. ഇവിടെ തുളസിത്തറയൊക്കെ ഉണ്ട് ചെറിയൊരു. ഹിമാന്റെ നേരെ നോക്കി. ആ അതെ, ഒരു സൂര്യദേവന് നേരെ നോക്കി അല്ലേ? അത് ഹിമാലയോ? അതെ. ഇപ്പോഴേ രാവിലെ നമുക്ക് ഇവിടുന്ന് തന്നെ നാസ്തയും കൂടെ കഴിച്ചിട്ട് പോകാം. അതെ, നമ്മുടെ ചന അണ്ട എത്തി. കടല പുഴുങ്ങിയതും ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ ഇച്ചിരി സവാളയും മുളകും. ഈ കടലയിൽ എന്തോ മസാല ഇട്ടാ പുഴുങ്ങിയേക്കുന്നത് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന്. കുഴപ്പമില്ല. ഇതിനോട് ഒരു കാപ്പിയും കൂടെ ഉണ്ട്, കഴിക്കാൻ സുഖമുണ്ടായിരുന്നു. കാപ്പി ഉണ്ട്. കാപ്പി വല്ല ചായ പറയാം. കാപ്പി വേണോ? ഫോറിനോട് പറയണോ? അതായത് 2 എണ്ണത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവോ? മതിയല്ലേ? മതി. മുത്തിന് വലിയ താല്പര്യമില്ല. എത്ര രൂപയെ? 290 രൂപ. ഞാൻ കുറച്ച് പൈസയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം 1000-ൻ്റെ നോട്ടാ. അപ്പോൾ ചില്ലറ എടുത്തോണ്ട് വന്നു. 1 2 3 4 5 കുറച്ച് ചില്ലറ മേടിച്ചു വെച്ചു, ആവശ്യം വരും. 290 ആണല്ലോ. പുള്ളി കണക്ക് തെറ്റിയല്ലോ. 810 രൂപ. 810 രൂപ. 710 അല്ലേ തരണ്ടേ? ഇത് 810 ഉണ്ട്. ഒന്നുകൂടെ എന്നെ നോക്കട്ടെ. ഈ നോട്ട് ഇവിടെ നമ്മുടെ ടൈപ്പ് അല്ലാത്ത 1 2 3 4 5 6 7 അല്ല, എനിക്കാ തെറ്റിപ്പോയി. 710 ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് പോയേക്കാം. എടുത്തോ. മെയിൻ ഡ്രൈവർ ഓടിക്കുന്നില്ലേ? മെയിൻ ഡ്രൈവർ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. ഘാട്ടിലോട്ട് ചെല്ലുമ്പോൾ മെയിൻ ഡ്രൈവർക്ക് കൊടുക്കാം. ഘാട്ടിൽ ചെല്ലുമ്പോൾ അല്ലേ? ഘാട്ടിലോട്ട് അധികം ദൂരം ഇല്ലെന്ന് തോന്നി ഇവിടുന്ന്. നോക്കട്ടെ. ഡീസലൊക്കെ ക്ഷാമം, അതുകൊണ്ട് മൈലേജ് പിടിച്ച് ഓടിക്കണം. ഇന്നലെ രാത്രിയിൽ ഇവിടെ നിർത്തുമ്പം വാഷ്റൂമിൽ അവരവിടെ പോവും. നല്ല അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു മെയിൻ ഡ്രൈവർക്ക്. പക്ഷേ വണ്ടി നിർത്തിയതിൻ്റെ തൊട്ട് തന്നെ ചെറിയൊരു കടയുണ്ടായിരുന്നു. നല്ല ആൾക്കാർ വരുന്നു കേട്ടോ. നല്ല ആൾക്കാർ വരുന്നു. നല്ല വാഷ്റൂം ആയിരുന്നു. പുള്ളി രാവിലെ ഞാൻ ഏറ്റു ചെന്നപ്പോഴേ എന്നോട് ചോദിച്ചു കേരള ആണോന്ന് ചോദിച്ചു. അത് സൈഡിലേ നമ്മൾ എഴുതിയായിരുന്നല്ലോ കേരള ടു കാഠ്മണ്ഡു. അത് കണ്ടിട്ടായിരുന്നു ഞാൻ എണീറ്റ് വന്നപ്പോ അവിടെ വായിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ വേറൊരാൾ അവിടെ വന്ന് ചായ കുടിക്കാൻ വന്ന ഒരാൾ എന്നോട് ചോദിച്ചു കൽക്കട്ട വണ്ടിയാണോ എന്ന് ചോദിച്ചു. കണ്ടിട്ട് അത് വണ്ടി രജിസ്ട്രേഷൻ കണ്ടിട്ടേ, KL കണ്ടിട്ട്. അപ്പൊ ഇനി നേരെ കാഠ്മണ്ഡുവിന് വിട്ടോ. അതെ, ഇവിടെ ഒക്കെ നല്ല നീറ്റാ. ചെറിയൊരു കോടമഞ്ഞുണ്ടല്ലേ? ചെറുതായിട്ടുണ്ട്. ചെറിയ മഞ്ഞുണ്ട് മലയിലോട്ട്. രാവിലെ നോക്കി നിൽക്കുമ്പോ സൂര്യൻ ഉദിച്ചു വരികയായിരുന്നു, പൊങ്ങി വരികയായിരുന്നു. ഈ സ്ഥലപ്പേരേ ബർദാഘാട്ട് എന്നാ. അപ്പൊ ഇവിടെ ഒരു ഘാട്ടുണ്ട്, താനും ഘാട്ടുണ്ട്. ഇത് ചെറിയൊരു ബുദ്ധക്ഷേത്രമാണെന്ന് തോന്നുന്നത്. ഇവിടുന്ന് വഴി മോശമാണല്ലോ, കുറെ പണി നടക്കുന്നോളൂ. രൂപൻദേഹി ഡിസ്ട്രിക്ട് ഏത്? ജോയ്ലോങ്. ഇതെല്ലാം ചൈനീസ് വണ്ടികളാണ്.
നേപ്പാളിൽ കൂടുതൽ ചൈനീസ് വണ്ടികൾ ഒരുപാടുണ്ട്, പിന്നെ ഇന്ത്യൻ വണ്ടികളാണ് ബാക്കി. ബർദാഘാട്ട് ചുരേ ഉദാൻ, വെൽക്കം ടു കൈലാഷ് ട്രെയിൽ. നല്ല ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളാണ്. ഇവിടെ പോലീസ് ഔട്ട് പോസ്റ്റാണ്. രാത്രി മാത്രമല്ല, പകലും ഇവിടെ വഴിയിൽ ഇഷ്ടം പോലെ പോലീസുകാരുണ്ട്. അത് ഓരോ കിലോമീറ്ററിലും ഉണ്ട്. ലൈസൻസ് ഒക്കെ ഉണ്ട് വെക്കും. ലൈസൻസ് എഴുതിയിട്ടുണ്ട്, പേപ്പറും. അത് വേണമെങ്കിൽ വെച്ചാൽ മതി, ചോദിക്കാനും എടുത്താൽ മതി. ആ കാട്ട നമ്മള് തൂക്കിയയിലില്ലേ, തൂക്കിയയിൽ ഒരു സ്ലിപ്പ് ഉണ്ടായിരുന്നു, അതിവിടെ എടുത്തു. അപ്പം എന്നെ പറഞ്ഞു മേളിൽ ഇനി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ കൊടുക്കാൻ വേറെ ഇല്ലല്ലോ ഇവിടെ എടുത്തെങ്കിൽ. അതെ, അല്ല എല്ലാവരുടെ ആ 2 സ്ലിപ്പ് മേടിച്ചൊക്കെ ചെയ്യുന്നത്. നമ്മളോട് വെയിറ്റിന്റെ സ്ലിപ്പ് നമുക്ക് തന്നു, പിന്നെ അല്ലാണ്ട് ഈ കാട്ട് ചെയ്തതിന്റെ വേറെ റെസിപ്റ്റ് പോലെ റെസിപ്റ്റ് ഉണ്ട്, അതിവിടെ മേടിച്ചു. മോളിൽ എന്നാലും ഇവിടെ കൊടുത്തെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ പറഞ്ഞാൽ മേളിലുള്ളവർ സമ്മതിക്കുമെന്ന് അല്ല, അത് കുഴപ്പമില്ല. ഇല്ല, അതാ റെസിപ്റ്റ് ആണെന്ന് അവർക്ക് അറിയാലോ, ഇല്ല ആർക്കും ഇത് കൊടുത്തു വിടാറില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് മനസ്സിലാവും. നമ്മളിനി മല കയറാൻ പോവാ. അപ്പൊ ഇന്നലെ പാർട്ടി ചോദിച്ചായിരുന്നു വൈകിട്ട് പോരുവാണെ രാവിലെ അവിടെ ചെല്ലുമെന്നൊക്കെ ചോദിച്ചു. രാവിലെ ചെല്ലുമോ? രാവിലെ ചെല്ലും, രാത്രി കണ്ടിന്യൂസ് ഓടി പോവുകയാണ് ചെയ്യല്ലുമായിരിക്കും. പിന്നെ നമ്മൾ പതുക്കെ അല്ലേ പോവുള്ളൂ. ഡീസൽ ഇത് മതിയാവോ? ഡീസൽ നമ്മള് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ബോർഡറിൽ നിന്ന് തന്നെ, ഇന്ത്യയിൽ നിന്ന് തന്നെ ഫുൾ ടാങ്ക് അടിച്ചായിരുന്നു. ഇതെല്ലാം തടിയാ വരുന്നത് ആ വണ്ടിയിലെല്ലാം. ഞാൻ അവിടെ പോലീസുകാരോട് ചോദിച്ചു രാസ്ത അച്ചായേ, അപ്പൊ പറഞ്ഞ രാസ്ത അച്ചായേ ചിരിച്ചു. ഉണ്ടോ? അപ്പം സമതലത്തിൽ നിന്ന് നമ്മൾ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുണ്ടോ? കാര്യം ഇത്രയും കയറി വന്നുള്ളൂ. താഴെ എല്ലാ സ്ഥലവും കാണാം. ഒരു അന്തരീക്ഷം പക്ഷേ തെളിച്ചമില്ല, ഒരു മങ്ങല. നമ്മുടെ ഇവിടെ വെൽക്കം ടു കൈലാസ് ട്രെയിൽ എന്ന് ബോർഡ് കണ്ടില്ലായിരുന്നു? അത് കൈലാസ് യാത്രയെ കുറിച്ചുള്ള ബോർഡാ. അത് എന്റെ റൂട്ട് മാപ്പ് അവിടെ എഴുതിയിരിക്കുന്ന. ഈ വഴി വന്നാണല്ലോ പോകുന്നത്. നേപ്പാൾ കൂടെ കൈലാസ യാത്ര പോകുന്നത് എല്ലാരും. കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്, പക്ഷെ എല്ലാരും യാത്ര ചെയ്യുന്നത് നേപ്പാൾ വഴിയാ പോകുന്നത്. നമ്മളെ 15 കിലോമീറ്റർ സ്പീഡിൽ പറന്ന് കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതൊന്നും അല്ല, അങ്ങോട്ടുണ്ട്. അത് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെയൊക്കെ പിന്നെ വഴി നല്ലതാണ്. അങ്ങോട്ട് കുറെ ദൂരം വഴി മോശമാണെന്ന് പറഞ്ഞു, ഒരു 70-80 കിലോമീറ്റർ. ഈ ഭാഗമേ വനമാ. ഇവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലമായിരുന്നു. ഭാരത് ബെൻസ് ഉണ്ട് ഇവിടെ കേട്ടോ, വളരെ കുറവാന്നുള്ളൂ. ടിപ്പർ കുറെ എണ്ണം രാവിലെ കണ്ട്, എല്ലാം ഭാരത് ബെൻസ് ആയിരുന്നു. നേപ്പാൾ വണ്ടിയല്ലേ? ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് കുറച്ചായെന്ന് തോന്നുന്നു അല്ലേ? മഴ പെയ്ത ലക്ഷണമൊന്നുമില്ല. വരണ്ട് കിടക്കുന്നു, ഉണങ്ങി വരണ്ട് കിടക്കുന്നു. രാത്രിയിൽ ഇന്ത്യൻ വണ്ടികൾ ഒരുപാടുണ്ടായിരുന്നു. പകലായപ്പോ ഒറ്റൊരെണ്ണം കാണാനില്ല. എല്ലാരും രാത്രി പോയി കാണും. രാത്രിയിലെ കൂടുതൽ ഓടുന്നതെന്ന് തോന്നുന്നേ. അറ്റി വരണ്ട് കിടക്കുന്ന അരുവിയൊക്കെ. അത്ര അരുവിയല്ല, അതൊക്കെ മഴക്കാലത്ത് നല്ല വെള്ളം വരുന്നതാ. കോൺക്രീറ്റാ റോഡ്. ഇവിടുന്ന് ഇതേ ഒന്നും ആയിട്ടില്ല, മൺ റോഡാണ്. സോളിങ് ഇട്ടേക്കുന്നേ ഉള്ളൂ. സോളിങ് ഉണ്ടെന്ന് തോന്നുന്നില്ല, മണ്ണേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മഴ പെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. വണ്ടിക്കാർ പറഞ്ഞേ സ്ലിപ്പ് ആവാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്, ശ്രദ്ധിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞു. ഒന്ന് ഇവിടുത്തെ മണ്ണ് പൊടി പോലുള്ള പൗഡർ പോലുള്ള മണ്ണല്ലേ, മഴ പെയ്യുമ്പോഴത്തേനും ഭയങ്കര ചെളിയാവും. സ്കൂട്ടർ യാത്രക്കാരിയൊക്കെ പക്ഷെ ഇവിടെ വർക്ക് ഭയങ്കര സ്ലോയിലാണ് നടക്കുന്നത് കേട്ടോ. അന്ന് നമ്മൾ വരുമ്പോൾ കാണുമ്പോഴും അതെ, അധികം മെഷീനറികളൊന്നുമില്ല, ചെറിയ തോതിലൊക്കെയാണ് പണി നടക്കുന്നത്. അല്ല ഇത് അവിടെ തന്നെ വേറെ വഴി വരുന്നതാണ്. അവിടെ എന്താ പണി നടക്കുന്നുണ്ട്, വർക്ക് നടക്കുന്നുണ്ട് താഴെ. ഈ വഴിക്ക് ബൈക്കേ പോകുന്നവരുടെ അവസ്ഥ ഭയങ്കര മോശം. ഇവിടെ വീണ്ടും കോൺക്രീറ്റാ റോഡ്. അവിടെ നമ്മൾ വന്നേ 4 ലൈൻ ആയിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഡബിൾ ലൈനായി. ഇവിടെ ഒരു സൈഡ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒറ്റ ലൈനേ ഉള്ളൂ ഇവിടെ. ഇതായിരിക്കും നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഇവിടെ എല്ലാം ഭയങ്കര ബ്ലോക്ക് കാണിച്ചില്ലേ. ഇത് കാണുമ്പോഴേ പണ്ട് ജീപ്പ് ഓടിച്ചിരുന്ന കാലം ഓർത്തു പോയി. മൺ റോഡുകളിൽ കൂടി ജീപ്പ് ഓടിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ ഒട്ടിയായിരിക്കും മൊത്തം, കണ്ണിലും മൂക്കിലും തലയിലും എല്ലാം. ഇവിടെ കുറച്ച് ദൂരം ഒറ്റ ലൈനേ ഉള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഇറങ്ങിയും വരുന്നുണ്ട്. അതാ മനഗാമന ദേവീക്ഷേത്രം ഉണ്ടല്ലോ ഇവിടെ. റോപ്പ് വേ കൂടെ നമ്മൾ ഈ പോകുന്ന ഹൈവേന്ന് കുറച്ച്, ആ ഹൈവേന്ന് തന്നെ പോവാം. ഇതുണ്ട്, ഇതൊക്കെ ചൈനീസ് വണ്ടിയാണ് ഈ വരുന്നത്. ഹോവോ ഇതുണ്ട്, നദിയിൽ നിന്ന് കല്ല് കോരിക്കൊണ്ട് വരുന്ന ഉരുളൻ കല്ലുകളാണ് മൊത്തം. എനിക്ക് വഴി കിടക്കുന്നുണ്ടോ? നാഷണൽ ഹൈവേ ഇവിടുത്തെ. H1 എന്നാണ് പേര്. അപ്പൊ നാഷണൽ ഹൈവേ 1 എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓ എന്നാ പൊടിയല്ലേ, ഒരു കാറ്റങ്ങ് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ. ആ കല്ല് നോക്കണേ, കല്ലിൻ്റെ ഇപ്പുറത്തൂടെ വിട്ടു.
നോക്കിയേ സർവക്കല്ല് പോലെ നിൽക്കുന്നത്. ഇതേ ലഡാക്കിൽ ഓടിച്ച പോലെ ഒന്നുമല്ല, ഇത് അതിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ലഡാക്ക് സിമ്പിൾ ആയിരുന്നു. ആ ഇതന്നെ സൈഡ് കോൺക്രീറ്റ് ചെയ്യണോ? അതിനകത്ത് കോൺക്രീറ്റ് ചെയ്ത താഴ്പ്പമല്ലോ. ആ ഇവിടുന്ന് അങ്ങോട്ട് കുഴപ്പമില്ല, അത്രയും ദൂരം പണി തീരാത്ത. അങ്ങോട്ടെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും. തുലിഹാവ കാഠ്മണ്ഡു AC വിത്ത് സോഫ സീറ്റ്. ആ AC വണ്ടിയാണെങ്കിൽ പിന്നെ അധികം പൊടി തിന്നാതെ പോവാം. അതെ ഏത് ഇട്ടിട്ടില്ല, എഴുതി വെച്ചിട്ടേ ഉള്ളൂ. ഞങ്ങള് പണ്ട് അല്ല ഓർക്കുന്നുണ്ടോ കാഠ്മണ്ഡു നമ്മള് ബസ്സിന് ബൊക്രായ്ക്ക് പോട്ടോ. അയ്യോ എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തെ പൊടിയിൽ കുളിച്ച് ഒന്നും പറയണ്ടായിരുന്നു. അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വനമാന്നേ, ഏതോ ഒരു വനമാ. നാഷണൽ പാർക്കിന്റെ ഭാഗമാണ് ഇവിടുത്തെ വണ്ടികളെല്ലാം ഇതുപോലെ ഫുള്ള് ബോഡി ചെയ്തേക്കുക, കണ്ടെയ്നർ പോലെ. എന്നിട്ട് അതിലെല്ലാം ചിത്രങ്ങളും. ഇപ്പം നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന മഹേന്ദ്ര രാജമാർഗ് വഴിയാണ്. നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ നാഷണൽ ഹൈവേ H1. നല്ല അരുവി, നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം. ഈ ഹൈവേയുടെ മൊത്തം നീളം 1028 കിലോമീറ്റർ ആണ്. ഞാനോർത്തേ അവിടെ കഴിയുമ്പോൾ വഴി നല്ലതായിരിക്കുമെന്ന്. ഇവിടെ എല്ലാം പണി നടക്കുന്നേ ഉള്ളൂ. ഇതുണ്ട് ഇവിടെ എല്ലാം ഇടിഞ്ഞു പോയതാണോ സംശയമുണ്ട്. താഴേക്ക് ഭയങ്കര കുഴിയാ. മെയിൻ ഡ്രൈവർക്ക് കുറച്ച് ഓടിക്കാൻ കൊടുക്കണം കേട്ടോ. തുടങ്ങിയതല്ലേ ഉള്ളു, ഇനി 100-300 കിലോമീറ്റർ ഉണ്ടല്ലോ. ഇനി 300 ഇല്ല. മലയുടെ ഏകദേശം 3/4 ഭാഗത്ത് എത്തിയെന്ന് തോന്നുന്നു. മുകളിലെത്തിയെന്ന് തോന്നുന്നു. അതെ അത്ര മുകളിലൊന്നും എത്തിയില്ല, ഇനിയും ഉണ്ടെന്ന് തോന്നുന്നേ. കണ്ടോ, ഇങ്ങനാണെങ്കിൽ നമ്മൾ നാളെ ഒരു സമയമാകുമ്പോഴേ ചെല്ലുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് നനച്ചു വിട്ടിട്ടുണ്ട്. പൊട്ടി പറപ്പിച്ചിട്ട് പോന്ന. അയ്യോ ഇവിടെ എല്ലാം നനച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം നനച്ചു വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് പൊടി കുറവുണ്ട്. ഇത് ടൂറിസ്റ്റ് വണ്ടിയാണ് ഇവിടുത്തെ. അതെ കാഠ്മണ്ഡു പോകുന്ന വണ്ടിയാണ്. വെളിയിലിറങ്ങി വീഡിയോ എടുത്താണ്ടല്ലോ പൊടി തിന്ന് ഞാൻ രാവിലെ കാപ്പി കുടിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നാ പൊടിയല്ലേ. ആ നനച്ചേക്കുന്നതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. എന്നാലും നമ്മൾ ആ മലയുടെ മുകളിലെത്തി. ഏകദേശം ജില്ലാ പ്രഹരി കാര്യാലയ. പകല് ഇന്ത്യൻ വണ്ടികളൊന്നും കാണുന്നില്ല അല്ലേ, എല്ലാ നേപ്പാൾ വണ്ടികൾ തന്നെയാണ്. എഡ്യൂക്കേഷണൽ ടൂർ, ഇൻഡസ്ട്രിയൽ വിസിറ്റ്. ഈ നമ്പർ പ്ലേറ്റ് കാണുമ്പോൾ പ്രൈവറ്റ് വണ്ടിയാണെന്ന് ഓർത്ത് പോകും. പണ്ട് നമ്മുടെ അവിടെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ, ബ്ലാക്കിൽ വൈറ്റ് കൊണ്ടായിരുന്നു കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ നമ്പർ എഴുതിയിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് 99-ലോ 2000-ലോ അത് മഞ്ഞയിൽ വൈറ്റ് ബ്ലാക്ക് ഉണ്ടാക്കിയത്. പ്രൈവറ്റ് വണ്ടികൾക്ക് വൈറ്റേ ബ്ലാക്ക് കൊണ്ടായിരുന്നു എഴുതുന്നത്, മറ്റേത് ബ്ലാക്കിൽ വൈറ്റ് കൊണ്ട് എഴുതുമായിരുന്നു. അതായത് കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളെല്ലാം. ഈ സൈഡിൽ കാണുന്നതെല്ലാം ഹോട്ടലുകളാണ്. ആ പോയ വണ്ടിയുണ്ടോ, ലാൻഡ് റോവർ പോലിരിക്കുന്നത്, അതാണോന്ന് അറിയത്തില്ല. ഇനി ഇവിടുന്ന് നമ്മളെ ഇറങ്ങാമെന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് ചെറിയ ഇറക്കമാണ്. ഇവിടെ എല്ലാം ഇതുണ്ട്, ഇടിഞ്ഞു പോരുന്നതാണ്. ഇന്നലെ പോലീസുകാർ പറഞ്ഞ 7 കിലോമീറ്റർ ഇറക്കം ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ അത് ഇവിടാണോ ഇനി അങ്ങോട്ട് കാഠ്മണ്ഡു അടുക്കാറാകുമ്പോഴായിരിക്കും. എവിടാണോന്നും അറിയത്തില്ല കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് നമ്മളൊരു 6-7 കിലോമീറ്റർ എങ്കിലും കയറി കാണുകയല്ലേ ഈ കയറ്റം. മഴ പെയ്താലും ഇതിലത്തെ യാത്ര ദുരിതയാത്രയാണ്. മഴ പെയ്താൽ ഇച്ചിരി പാടാ, തെന്നും സ്ലിപ്പാവും. പണി ഭയങ്കരമായിട്ട് നടക്കുന്നേ ഉള്ളൂ. അങ്ങോട്ടെല്ലാം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ലോറികൾ തന്നെ വരുന്നത് അല്ലേ, നമ്മുടെ ഹൈവേകളിലെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ലോറികളാണ്. ടാറ്റ ഏറ്റവും കൂടുതൽ 90% വണ്ടികളും ടാറ്റയുടെയാണ് ലോറികൾ. ഭാരത് ബെൻസൊക്കെ ഇടയ്ക്ക് ഓരോന്ന് കാണാം, അത്രേ ഉള്ളൂ. ടിപ്പറുകൾ പക്ഷേ ഭാരത് ബെൻസാണ് കൂടുതലും കണ്ടത്. ഈ ചെളിക്കകത്തെ വലിയ ചവിട്ടല്ലേ, തെന്നും. ഇങ്ങോട്ട് വന്നപ്പം നമ്മൾ മുകളിലേക്ക് വന്നപ്പോൾ കണ്ടോ വനമൊക്കെ നല്ല പച്ചപ്പ്. ഇവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അപ്പുറം ഉണ്ടായിരുന്നു ചെറിയ ചെറിയ കടകൾ. പിന്നെ ഇവിടെ നിർത്താനാണ് പറയുന്നത്. ഇവിടെ നിർത്താൻ ഇതേ അങ്ങോട്ട് നിർത്താൻ. അവിടെ പുള്ളി വണ്ടി ഓടിച്ച് കാണിക്കാണല്ലോ.
We have followed you. ആ ഫോളോവറാണ്. Your first time, no? ആ ഫസ്റ്റ് ടൈം. Hello, sister. You are doing good job. Good job. താങ്ക് യു Good job. Thank you. ഓക്കെ ഓക്കെ ഓക്കെ. ആ നിർത്തി. ആ ഓക്കെ. അവരാ വണ്ടിയിൽ വന്നാന്ന് തോന്നുന്നു, ഏതോ വണ്ടിയിൽ. നമ്മുടെ ഫോളോവറാ. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, മുകളിലേക്ക് ഒരു ക്ഷേത്രമാണ്. ഈ വെള്ളം അടിച്ച് ചെളിയായിട്ട് കിടക്കുന്നിടത്തേ പെട്ടെന്ന് ചവിട്ടരുത്. ഒരു മിനിമം സ്പീഡിൽ ഇങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകണം കേട്ടോ. ബ്രേക്കിലാണേലും പതുക്കെ ചവിട്ടി നിർത്തുകയോ ചെയ്യാവുള്ളൂ. ഒറ്റ ചവിട്ടിയാൽ ചിലപ്പോൾ സ്ലിപ്പാവും. ഇവിടെ കുഴപ്പമില്ല, കൂടുതൽ ചെളിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ. ഇത് വെള്ളം വണ്ടിയാണ്, വെള്ളം അടിക്കുന്ന വണ്ടിയാണ്. ഇതിനകത്ത് വല്ല ടാങ്കും വെച്ചേക്കായിരിക്കും പറഞ്ഞത്. അതെ, ഇവിടെ എല്ലാം തെന്നും, പതുക്കെ ശ്രദ്ധിച്ചേ പോവുള്ളൂ. മൊത്തം നനച്ചു വിട്ടേക്ക്. ആ വണ്ടി സ്ലിപ്പായി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്, നമ്മുടെ വണ്ടി സ്ലിപ്പാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ പോവുള്ളൂ. ഇവിടെ ഇത്രയും നനയ്ക്കേണ്ട കാര്യമില്ലല്ലേ? ആ, ഇത്ര നനയ്ക്കണ്ട. ഇത് ഭയങ്കര പശയുള്ള മണ്ണാണ്. ബ്രേക്കൊക്കെ ആലോചിച്ചാൽ തെന്നിപ്പോവും, ഐസിന്റെ മുകളിൽ കൂടെ പോകുന്ന പോലെ. അതുപോലത്തെ പശയാണ്. ഒത്തിരി ഇങ്ങോട്ട് ചേർക്കണ്ട. പറഞ്ഞോ? ആ താഴേന്ന് വണ്ടികൾ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട്. അവിടെ അവൻ്റെ ആ മണ്ണ് കുത്താൻ വേണ്ടിയിട്ടാണ്. എൻജിൻ ബ്രേക്കൊക്കെ ഇട്ട് പതുക്കെ ഇറങ്ങിപ്പോയാൽ മതി. ഇനി അങ്ങോട്ടുണ്ടല്ലോ മലകൾ തന്നെ ആയിരിക്കും, കയറി ഇറങ്ങിയായിരിക്കും പോകുന്നത്. ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇവിടെ നിർത്തിക്കൂടാ, വണ്ടി കയറി പോയിട്ട് എടുക്കുക. ആ സൈഡ് ചെളിയ. അപ്പോൾ മഴ പെയ്താലത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്ത് നോക്കിയേ. അതെ അതെ. ആ, ഒരു ഇന്ത്യൻ വണ്ടി കണ്ടു. ഇത് ഗുജറാത്ത് വണ്ടിയാണ്, GJ12. ഒരു ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു പോന്ന. ഇവിടെ ഇച്ചിരി വീതി കുറവാണ്, 2 വണ്ടി പാസ്സാകാൻ പാടാ. നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ഇതുപോലത്തെ റോഡ് കാണും കേട്ടോ ചിലപ്പം. ഇതിറക്കം നല്ല ഇറക്കം കേട്ടോ, കുറേ ദൂരമുണ്ട്. നമ്മളാ കയറിയ ദൂരത്തിനെക്കാട്ടി കൂടുതൽ ഇറങ്ങാനുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇറങ്ങിപ്പോകേണ്ട വഴിയാണ് അതേ അങ്ങ് കാണുന്നത്. അവിടെ എല്ലാം പണി നടക്കുന്നേ ഉള്ളൂ. ഈ മണ്ണിനകത്ത് കല്ല് കുറവാ അല്ലേ? ഹിമാചലിലും കാശ്മീരൊക്കെ ചെന്നാൽ ഇതിനകത്തെല്ലാം ഉരുളൻ കല്ലുകൾ കൂടുതലുണ്ട്. പക്ഷെ ഇതിൽ വളരെ കുറവാണ്. ഈ ട്രിപ്പേ ഓടിച്ച് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോഴത്തേനും മുത്തിനെ മെയിൻ ഡ്രൈവർ ആക്കാം. ധൃതിയുള്ളവർ പൊക്കോട്ടെ. ടിപ്പർ പോകുന്ന പോക്കുണ്ട്. ഓ, ഇത് കോൺക്രീറ്റ് ഉണ്ടായിരുന്നെല്ലാം പൊട്ടിച്ച് കളയുക കേട്ടോ, എന്നിട്ട് വേറെ ചെയ്യുക. ഇത് സാനി, ഇതും ചൈനീസ് വണ്ടിയാണ്. നല്ല ഓർഡർ. ഇവിടെ എല്ലാം ഇടിഞ്ഞു പോയാന്ന് തോന്നുന്നു. താഴെ തൊട്ട് കെട്ടി കയറി വരിക. നാരായൺഘട്ട് ഗുഡ്വാൾ റോഡ് പ്രൊജക്ട് സെക്ഷൻ 2 2019 ഫെബ്രുവരി 17 തുടങ്ങിയ പ്രൊജക്റ്റ് ആയത്. അയ്യോ, 19/7/26 7 വർഷമായി. 19 കഴിഞ്ഞിട്ട് എത്ര ആളായില്ലേ? 7 വർഷമായി. ഇവിടെ ബ്ലോക്ക് ചെയ്തേക്ക. ഇവിടെ ഒതുക്കിക്കോളെ. താഴേന്ന് വണ്ടി കയറി വന്നുകൊണ്ടിരിക്കാതാ. ചെറുവണ്ടികളാണ് കൂടുതലും. ഈ ട്രിപ്പ് വെക്കുന്ന വണ്ടികളെല്ലാം മിനി ബസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പതുക്കെ പൊക്കോട്ടെ, ഇടയുണ്ട്. ലോറികൾ തന്നെയാണ് വരുന്നത്. പൊട്ടെ പൊക്കോളും. വേറെ എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോഴേ നമ്മളെ പ്ലൈവുഡ് കമ്പനിക്കൊക്കെ പോകുന്ന പോലെ പൊളിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതായിരിക്കും. പാഴുതടികളാണ്. ഇതിലെ ഒരു വണ്ടി വരുന്നു. ഈ ഹൈവേ ഈസ്റ്റ് വെസ്റ്റ് ഹൈവേ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് പണ്ടത്തെ നേപ്പാൾ രാജാവായിരുന്ന മഹേന്ദ്ര ഷായുടെ കാലത്ത് ആരംഭിച്ച ഒരു ഹൈവേ ഇത്. അതുകൊണ്ടാണ് മഹേന്ദ്ര രാജമാർഗം എന്നറിയപ്പെടുന്നത്. മുത്തി ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, ഈ വഴിയെ ഓടിച്ചു കഴിഞ്ഞിട്ട് പറയാം നേപ്പാളിൽ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നല്ലേ. ലോറിയും കൊണ്ടല്ലേ ഓഫ് റോഡിങ്ങിന് മുന്നേ ഉണ്ടോ? ഇല്ല, കുറവാ. ഇടയ്ക്ക് മേഘാലയയിലൊന്ന് പോയായിരുന്നേ. മേഘാലയയിൽ കുറച്ചിതുണ്ടായിരുന്നു, പക്ഷെ അത് അങ്ങനെ ഓഫ് റോഡിംഗ് പറയാൻ പറ്റും. പിന്നെ ഞങ്ങൾ ത്രിപുര പോയപ്പോ നല്ലൊരു ഓഫ് റോഡിങ് നടത്തിയായിരുന്നു. ചെളിക്കകത്തൂടെ. ഇതെന്താ ഇറങ്ങിയിട്ടും തീരുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ, കേറി വന്ന ദൂരത്തിനെക്കാട്ടി കൂടുതലുണ്ട് താഴേക്കൊക്കെ. നല്ല വീതിക്കാണ് പണിത് വരുന്നത്. 4 ലൈൻ. ഇതൊരു ഗുജറാത്ത് വണ്ടി വരുന്നേ. പക്ഷെ ഞാനോർത്ത് ആദ്യമേ കുറച്ച് വഴി മോശമായപ്പോഴേ അത്രയും ദൂരം ഉള്ളെന്ന് ഓർത്തേ. പക്ഷെ അങ്ങനല്ല. പക്ഷെ താഴേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ പിന്നെ നല്ല വഴിയായിരിക്കും ചിലപ്പം. ഈ മെയിനായിട്ടും ഘാട്ട് റോഡ്, അതായത് ചുരമാണ് മോശമായിട്ട് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഈ പണി തീർക്കേണ്ടത് ചുരത്തിന്റെ. അതെ. അല്ല, ഇവിടെ പണി താമസവും ഉണ്ടാവും. ഇതുപോലെ കുറെ പണിയും ഇടിഞ്ഞു പോവും, അങ്ങനെയൊക്കെ അല്ലേ. അല്ല, വണ്ടിക്കാരെല്ലാം പറഞ്ഞ ചുരവാ മോശം, ബാക്കിയെല്ലാം നല്ല വഴിയാന്നാ പറഞ്ഞത്. അങ്ങോട്ട് ഇതിലും മോശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അവർ പറഞ്ഞേ വെച്ചിട്ട്.
ഓ ഇതൊരു MH വണ്ടിയാണല്ലോ. ഇവിടെ നിർത്താവോ? പുള്ളിയോടൊന്ന് ചോദിക്കാം. ഇറങ്ങി വന്നാൽ അതെ. ബോംബെയിലെ വണ്ടിയാ, ബോംബെ. ആണോ? ബ്രേക്ക് പോയതാ, മോളിൽ നിന്ന് ബ്രേക്ക് പോയതാണ്. അയ്യോ, എത്ര പേരുണ്ടായിരുന്നു? തന്നെ ഉള്ളായിരുന്നോ? പോയോ സുബേ? आज चौथा दिन है। ഓ അത് 4 ദിവസമായിരുന്നു. ആണോ? ഒരാളൂടെ ഉണ്ട്, പുള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് പോയെന്ന്. അപ്പൊ ഈ ഗാഡിക്കോ ज़्यादा नुकसान नहीं है, माल पलटी करना चाहिए. माल पूरा डैमेज हो गया। हाँ डैमेज होगा पूरा माल गया। ഓ 30 टन माल है। 30 ടൺ മാൽ. ഗ്ലാസ് ആയിരുന്നു ലോഡ്. 30 ടൺ ഗ്ലാസ് ഉണ്ടായിരുന്നു, ഇറക്കിയിട്ടില്ല. वाला कांचा ആ हल्का। ആ ഹാ ഓ മുട്ട പോലെ. അപ്പോൾ അത് മൊത്തം ഡാമേജ് ആയി. വലിയ പ്രശ്നമാണ്. देखो गाड़ी कहाँ से कैसा ഓ है, पूरा मालूम पड़ रहा है। ബ്രേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടോ സൈഡിൽ കൂടെ ഉരച്ച് വന്നേ. ഇതിനകത്ത് വന്ന് ഈ ഓടയ്ക്കകത്ത് ഇറങ്ങിയോണ്ട് വണ്ടി നിന്നു, ഇല്ലെങ്കിൽ അങ്ങ് പോയേനെ. അത് ഭയങ്കര ഭാഗ്യ. ഗ്ലാസ് ലോഡാണ്. അയ്യോ ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോയി, മൊത്തം ഒരു സൈഡിലേക്ക് ആയിപ്പോയി. पूरा ऐसा फट गया है, പൂര ഡാമേജ് പോകാനാ. पूरा ऐसा फट ആ गया। ഹാ ഹാ. तो महंगा वाला कांच। ആ ഹാ ഹാ. ഭയങ്കര വില കൂടിയ ഗ്ലാസ് ആയിരുന്നു. മറ്റേ ഈ മറ്റേ बड़ी ऑफिस में ആ വലിയ വലിയ ബിൽഡിങ്ങിന് വലിയ വെക്കല്ലേ കൂളിംഗ് ഗ്ലാസ് ബ്ലാക്ക്. 14 വില 30 ടൺ ലോഡായിരുന്നു. വെള്ളമോ ബിസ്ക്കറ്റോ? ആ പുള്ളി ചായ മാത്രമേ കുടിച്ചുള്ളൂ, എന്നെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കാൻ കുറച്ച്. ബിസ്ക്കറ്റ് എടുത്തോണ്ട് ആ ഇതിങ്ങനെ മണ്ണിനകത്തേക്ക് വന്ന് പുതഞ്ഞുകൊണ്ട് വണ്ടി പെട്ടെന്ന് നിന്നു. അതുകൊണ്ട് വണ്ടിക്കും വലിയധികം പരിക്കൊന്നുമില്ല. ഈ സൈഡാണെങ്കിലും ഒരിടത്തും തട്ടിയൊന്നുമില്ല. അതുകൊണ്ട് ക്യാബിനൊന്നും വലിയ പ്രശ്നമില്ല. ഇതെൻ്റെ ഇവിടെ ഈ വണ്ടി നിന്നുകൊണ്ട് രക്ഷപ്പെട്ടില്ല, താഴേക്ക് ഭയങ്കര കുഴിയായിരുന്നു. ഭയങ്കര ഭാഗ്യമുണ്ട്. പുള്ളി UP-ക്കാരനാണ്, വണ്ടി മഹാരാഷ്ട്ര, ബോംബെയിലെ വണ്ടിയാണ്. വെള്ളമുണ്ടോ? വെള്ളം ഉണ്ടെന്ന് അവിടെ നിന്ന് മറ്റേ ഒഴുകി വരുന്ന നല്ല ഉറവയുണ്ടല്ലോ, അത് പുള്ളി നിറച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു 5 ലിറ്റർ. ഇവിടെ കട മുകളിലോട്ട് കുറച്ച് നടന്നാൽ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. വെള്ളം കുറച്ച് വേണേൽ കുടിക്കാൻ കൊടുത്തു. പനിപ്പിക്കും. नहीं है, 5 लीटर लेके ആ ആ ആ വെള്ളമുണ്ട് ആളുടെ കയ്യിൽ. ഇത് ലോഡ് മൊത്തം ഡാമേജ് ആയിപ്പോയി. അപ്പോൾ അതിന് ഇൻഷുറൻസ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് കുറേ പ്രൊസീജിയറുണ്ട്. ഇൻഷുറൻസുകാർ വന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ടൊക്കെ सब आके गए। ആ ആ क्वालिटी जिसका माल था सब आके ആ ആ എല്ലാവരും വന്ന് നോക്കിയിട്ട് പോയതാണ്. ഇനിയിപ്പോൾ അതിനൊരു 3-4 ദിവസമായി വണ്ടി ആക്സിഡൻ്റ് ആയിട്ട്. अभी किरान लाके गाड़ी निकल। ആ ഇനി ക്രെയിൻ കൊണ്ടുവന്നിട്ട് സാധനം ഇറക്കിയിട്ട് കയറ്റാൻ പറ്റുള്ളൂ. കല്ല് ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇപ്പോഴേ ഇവിടെ അധികം നേരം വീതിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇറക്കമല്ലേ. പക്ഷെ ഇറങ്ങി വരുന്ന വണ്ടിയൊക്കെ നല്ല സ്പീഡിലാണ്, ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഇവരെ നമ്മളിപ്പോൾ മോളിൽ കണ്ടതാ. प्रॉब्लम है क्या? नहीं कुछ नहीं, ये गाड़ी इंडिया का है ना, ये देखे हम पहली बार जा रहे हैं। हाँ पहले ये गुड, वेलकम। आप കാഠ്മണ്ഡു കാഠ്മണ്ഡു ആ ഓക്കെ ഓക്കെ. വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക് ലൈറ്റ് ആരാണ്ട് അടിച്ചോണ്ട് പോയി. ഇതേ ഇന്നലെ കിടന്നിടത്തുനിന്ന് 2 ബ്രേക്ക് ലൈറ്റ് പോയി. ഓ ചോരി ഹോഗ. का यूपी में? ആ ഈ നെയ് ഇതർ. ആ നേപ്പാൾ में അത് എന്നോട് ഇന്നലെ ഒരു വണ്ടിക്കാരൻ പറഞ്ഞായിരുന്നു. വണ്ടിക്കാരൻ बॉर्डर में नहीं है, इधर नीचे वो घाट के नीचे खड़ा था. बरतघाट। हाँ बरतघाट के नीचे ये लाइट 2 ലൈറ്റ് പോയി. ഇപ്പഴാ കാണുന്നേ. रामपुर के वाला। ആ ഞാൻ രാവിലെ കാര്യമുണ്ടല്ലോ 2 സൈഡിലും നോക്കി, എന്നാൽ ബാക്കി ഒന്ന് നോക്കി. ഞാൻ ഡീസൽ ടാങ്കും എല്ലാം നോക്കി, ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴാണ് ഇത് കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു വണ്ടിക്കാരനോട് പറഞ്ഞു ഇവിടെ ലൈറ്റിനെല്ലാം ഭയങ്കര വിലയാ, വണ്ടിക്കാർ ലൈറ്റ് അടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. അയ്യോ, ഇത് 2 ബ്രേക്ക് ലൈറ്റ്. दोनों साइड का लाइट। ആ ഇന്നലെ ആ വണ്ടിക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്ര പണ്ടൊക്കെ പിന്നെ ഇപ്പോൾ കൂടെയാന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അതെ അതെ. ഞാനും പക്ഷെ രാവിലെ ഉണ്ടായിരുന്ന കടക്കാരനോട് നമുക്ക് ചുമ്മാ ചോദിക്കായിരുന്നു. ഇതെന്നാന്നറിയോ, ഈ ഒരു ലൈറ്റിന് 3500 രൂപ നമ്മുടെ അവിടെ വിലയുണ്ട്. ഇവിടെ ആ 3500 രൂപ ഇവിടെ ഒരു 5500 രൂപ അടുത്ത് വില വരും. അതെ. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം ഭയങ്കര വിലയായതുകൊണ്ട് ഇവർ ഫ്രണ്ടിലെ എക്സ്ട്രാ ലൈറ്റ് ഒക്കെ കണ്ടിട്ട് അതൊക്കെ അഴിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു എന്നോട്. പക്ഷേ അവിടെ ഇത്രയും റോഡ് സൈഡിലും ടൗണിലും അല്ലേ നമ്മൾ കിടന്നേ. വെട്ടം ഉണ്ടായിരുന്നു, നല്ല വെട്ടം ഉണ്ടായിരുന്നു. ക്യാമറ നോക്കിയാൽ കിട്ടും. ഞാനേ വിചാരിച്ച ആദ്യം ഇപ്പൊ ഡീസലും എല്ലാം പോയെന്നാ ഞാൻ ആദ്യം രാവിലെ എണീറ്റ് വെളി വന്നപ്പോഴേ ഡീസൽ ടാങ്കിന്റെ അടച്ചു നിന്നു. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിടന്ന് ഉറങ്ങുന്നതല്ല. പക്ഷെ പമ്പൊന്നും നോക്കിയിട്ട് അത്ര പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള പമ്പില്ലായിരുന്നു. ഇത്രയും വർഷത്തിനിടയ്ക്ക് നമ്മുടെ വണ്ടിയൊന്നും ഒരു സാധനവും മോഷണം പോയിട്ടില്ലായിരുന്നു. എത്ര അടുത്ത് കൊണ്ടുപോയിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. സാധാരണ ഇപ്പൊ പടുതയൊക്കെ ആണെങ്കിലും കീറാൻ വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞായിരുന്നു. ഇത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അത് ലൈറ്റ് കൊണ്ടുവന്ന് വിചാരിച്ചു. എനിക്ക് അവിടെ നമ്മൾ എത്ര ഒരു 12:30 ആയപ്പോഴാണ് അവിടെ കൊണ്ട് നിർത്തിയത്. ഞാൻ എന്നിട്ട് അവിടെ എല്ലാം ഇറങ്ങി നോക്കി.
പമ്പിന്റെ കോമ്പൗണ്ടിൽ കയറ്റിയിടാൻ നിർത്തും. പക്ഷെ അവിടെ നിന്ന് ക്യാമറയൊന്നും ഇല്ല കേട്ടോ. ഇതിൽ അവിടെ കയറ്റി ഇടാൻ പറ്റത്തില്ല. പറ്റത്തില്ല. പമ്പിന്റെ അവിടെ കയറ്റിടാൻ പറ്റത്തില്ല. ചെറിയൊരു പമ്പായിരുന്നു. ഇതുണ്ടോ ആൾക്കാർ ഇവിടെ വന്ന് വെള്ളം പിടിക്കുന്ന കേട്ടോ. വെള്ളം അതെ ഇവിടുന്ന് വെള്ളം പിടിച്ചോണ്ട് മുകളിലോട്ട് കയറി പോകാൻ തോന്നും. ഇപ്പം ഈ ലൈറ്റ് ഇവിടെ കിട്ടത്തില്ല. താൽക്കാലികമായിട്ട് വേറെ ഏതെങ്കിലും ലൈറ്റ് വേണേൽ എടുത്ത് വെക്കാം. പിന്നെ മറ്റേ ഇതിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ല ലൈറ്റല്ലേ കൊണ്ടുപോയുള്ളൂ. നമ്മുടെ ബാറ്ററിയോ ഡീസലോ വല്ലതും കൊണ്ടുപോയിരുന്നു എന്ത് ചെയ്തേനെ? അയ്യോ അത് തന്നെയല്ല, ഡീസലിന് ഇവിടെ 200 രൂപ അടുത്ത് വിലയാ. അന്ന് നമ്മൾ വരുമ്പോൾ 175 ഇപ്പോൾ ഒരാൾ പറഞ്ഞ 200 രൂപ അടുത്ത് വിലയാന്ന് പറഞ്ഞ ഡീസലിന്. നമ്മുടെ 200 രൂപ അല്ല, ഇത് ഇവിടുത്തെ നേപ്പാളിൽ 200 രൂപ. 200 രൂപ എന്ന് പറയുമ്പം നമ്മുടെ 130 രൂപ 135 രൂപ ഒരു റേഞ്ച് വരും. നമ്മളാ യുപിന്ന് 88 രൂപയ്ക്ക് അടിച്ചേ. അതെ അതെ. എത്ര പൈസക്കിങ്ങാണ്ട് അന്ന് നമ്മൾ വരുമ്പം ഇവിടുത്തെ 175 രൂപയായിരുന്നു. വീണ്ടും ഡീസലിന് വില കൂടിയിട്ടുണ്ട്. ഇത് സ്ഥിരം ഈ പണി ചെയ്യുന്നവരാ. വയറൊക്കെ കട്ട് ചെയ്ത് പെട്ടെന്ന് അഴിച്ചോണ്ട് പോയി. ഈ ഘാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വഴിയാന്നാ അവര് പറഞ്ഞത്. അപ്പൊ നമ്മള് ഘാട്ടല്ല ഇറങ്ങിയത്, താഴെ എത്തി. ഈ ട്രെയിലറുകളെല്ലാം അതിലെ കയറി വന്ന വണ്ടികളാണ്. വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇതൊരു ചെറിയ ടൗണാണ്. ദുംകി ബസ് ടൗണിന്റെ പേര്. എന്നാ ബസ്സാ? ദുംകി ബസ്. ദുംകി ബസ്. ആ ഇവിടുത്തെ ഒരു പഴയ പാലം വരുന്നു. അത് പോയെന്ന് തോന്നുന്നു. അത് അവിടെ പുതിയ പാലം പണിയുന്നുണ്ട് അപ്പുറത്ത്. ആ അതവിടെ പൊളിഞ്ഞു കിടക്കുന്നുണ്ടോ? അങ്ങ് അകലെ ഒരെണ്ണം പൊളിഞ്ഞു കിടപ്പുണ്ട്. പകുതിന്ന് പോയി. അതുണ്ടല്ലേ, അതുണ്ടോ? ഇത് പുതിയ അപ്പുറം പണിയുന്നുണ്ട്. ഇതിപ്പോ നദിയിൽ കൂടെ ഇറങ്ങിയാ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ വണ്ടികളെല്ലാം നദിയിൽ കൂടാ പോകുന്നത് കേട്ടോ. മഴ പെയ്യുമ്പോ എന്നാ ചെയ്യും? അതെ. താഴോട്ട് ഇറങ്ങി വന്നപ്പോ ഞാൻ ഓർത്തേ ഇനി അടിപൊളി വഴിയായിരിക്കും. അതെ അതെ, വെറുതെ മോഹിച്ചു. ഇത് താൽക്കാലികമായിട്ട് വഴി ഉണ്ടാക്കിയേക്കുന്ന മരമൊക്കെ നടുക്ക് നിൽക്കുന്ന കേട്ടോ. ഇത് കൊള്ളാം അല്ലേ? നമ്മളെ ആദ്യം കാഠ്മണ്ഡുവിന് പോയപ്പോഴും ഇങ്ങനെ നദിയിൽ കൂടെ ഇറങ്ങിയല്ലേ പോയത്? അതെ അതെ അതെ. എന്നാ സുമോയ്ക്ക് പോയപ്പോ ഈ നദിയൊക്കെ മഴക്കാലത്ത് നല്ല വെള്ളം വരുന്ന നദിയാ. നോക്കിയേ, വലിയ നദിയാ. മൊത്തം ഇതൊരു പ്രത്യേക അനുഭവം അല്ലേ? അപ്പൊ നമ്മളിത് നദിയിലെത്തി. ഇതേ വഴി ഉണ്ടാക്കിയേക്ക് കേട്ടോ. വെള്ളം പോകുന്നുണ്ട്. അവിടെ പൈപ്പ് ഇട്ടിട്ട് അതിലെ കുറച്ച് വെള്ളം ഒഴുക്കുണ്ട് ചെറുതായിട്ട്. അടുത്തായിരുന്നു കുളിച്ചിട്ട് പോയായിരുന്നു. നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത് ഗന്ധക് നദിയാ, അല്ലെങ്കിൽ നാരായണി നദി. ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാ ഇത്. ഈ നാരായണി നദി അത്ര ചെറിയ നദിയൊന്നും അല്ല കേട്ടോ, വലിയ നദിയാ ഇത്. ഇത് ടിബറ്റിലും നേപ്പാളിലും ഇന്ത്യയിലും ആയിട്ട് ഒഴുകുന്ന നദിയാ. ഈ നദി ഇന്ത്യയിലേക്ക് കയറി കഴിയുമ്പം ബീഹാറിൽ ചെന്ന് ഗംഗാ നദിയുമായിട്ട് ചേരും. ടൊയോട്ട കൊറോളയാ പോന്നെ, പഴയ മോഡല്. അപ്പൊ അതെ, നമ്മള് നദിയൊക്കെ ഇറങ്ങി കയറി അത് വീണ്ടും ഹൈവേയിലേക്ക് കയറി. ആദ്യമായിട്ടാ ലോറിയും കൊണ്ടൊരു നദിയിലൂടെ ഇറങ്ങി വരുന്നല്ലേ? അല്ല, ലഡാക്ക് പോയപ്പോ നമ്മള് കാരാനും കൊണ്ട് പോയാ. അല്ല, നമ്മുടെ 66 കൊണ്ട് ആദ്യമായിട്ടല്ലേ? അതെ. സൈക്കിളെ പുല്ലും കൊണ്ട് വരുന്നുണ്ട്. സൈക്കിൾ രക്ഷ. എനിക്ക് പക്ഷെ നമ്മൾ ആ ലഡാക്കിന്ന് മണാലി ഇറങ്ങി വന്നില്ലേ, ആ വന്ന ഫീൽ ഒന്നും കിട്ടിയില്ല. അത് കുറച്ചുകൂടെ ഡേഞ്ചറസ്. അതുമല്ല, വീതിയില്ല, ഭയങ്കര രണ്ട് വണ്ടികൾ അടുപ്പിച്ച് ലോറി എല്ലാം കൂടെ വന്നിട്ടന്ന്. അത് തന്നെയല്ല, വളവെല്ലാം ഒത്തിരി വളവുകളുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്ര അങ്ങനെ ഇല്ല. ഇല്ല. അല്ലല്ലോ, ഇത് അത്ര വലിയ ഇതൊന്നുമില്ല. ഇപ്പൊ ഇറങ്ങി മോശമാണെന്നുള്ളൂ. അതാ ടാറിങ് ഇല്ലാതെ കിടക്കുന്നുണ്ട്. ചെളിയൊക്കെ ആയതുകൊണ്ട്. ചെളി വെള്ളമടിച്ചതാണ്, വെള്ളമടിച്ചിട്ടാ ചെളി ആയത്. എന്നാലും ചെറിയ കയറ്റവാ. ഇപ്പോഴേ നമ്മൾ ആ ആക്സിഡന്റ് ആയ ഒരു വണ്ടി കണ്ടില്ലേ, പുള്ളി യുപിക്കാരനാ, വണ്ടി മഹാരാഷ്ട്ര വണ്ടിയാ, ബോംബെ വണ്ടിയാ. അപ്പൊ ആ ഇങ്ങനെ ആക്സിഡന്റ് ആയി കഴിയുമ്പം ഇപ്പൊ ഇവിടെ ആണേലും ഇന്ത്യയിലാണേലും അതിനടുത്ത് വണ്ടി ഡ്രൈവർ കാവലായിട്ട് നിന്നില്ലെങ്കിൽ ഇതേപോലെ ഓരോ സാധനങ്ങൾ അഴിച്ചുകൊണ്ട് പോകും. ടയറും ഒന്നും കാണത്തില്ല, സ്റ്റെപ്പിനെയും ബാറ്ററിയും അഴിക്കാവുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം അഴിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ വണ്ടിയിലിരിക്കുന്ന ലോഡും കൊണ്ടുപോകും. ഇത് പിന്നെ ഗ്ലാസ് ആയതുകൊണ്ട് ആർക്കും ആവശ്യമില്ല, എല്ലാം പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പൊ അവിടെ എത്ര ദിവസം കിടന്നാലും ആ ആൾ അവിടെ വണ്ടിക്ക് കാവലായിട്ട് കിടക്കണം. കിടന്നുറങ്ങിയാലും ഈ പറഞ്ഞ പോലെ രാത്രി ഇപ്പൊ നമ്മളെ ലൈറ്റ് 2 അഴിച്ചോണ്ട് പോയി. ഞാൻ ഇന്നലെ നിർത്തിയപ്പോ പ്രത്യേകം പറഞ്ഞ നമ്മളെന്തായാലും സൗണ്ട് ഒക്കെ കേൾക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഉറക്ക ക്ഷീണത്തിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും. അതെ, പുറയിലെ സൗണ്ട് ഒന്നും ഇവിടെ കേൾക്കത്തുമില്ല. ഈ കള്ളന്മാര് വരുന്നവർ അത്ര ശ്രദ്ധിച്ചാണല്ലോ വരുന്നതും. അവരൊട്ടും ഒച്ച ഉണ്ടാക്കാതെ വന്നല്ലേ ഓരോ കാര്യം ചെയ്യുന്നത്. എന്താണല്ലോ ഒരു
വ്യത്യസ്തമായ ഒരു അനുഭവമായത്. അതെ അതെ. അത് പ്രതീക്ഷിച്ച് തന്നെ അവിടെ നിർത്തിയത്. ആ ഞാൻ പിന്നെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും അവിടെ ഘാട്ടുമാണ്, പിന്നെ രാത്രിയിലെല്ലാം ബ്ലോക്ക് അവിടെ കാണിച്ചത്. എന്നാൽ പിന്നെ ഇവിടെ കിടന്നേക്കാന്ന് ഓർത്ത് നിർത്തിയതാണ്. പക്ഷെ അതിന് 7000 രൂപ കൊടുക്കേണ്ടി വന്നു അവിടെ നിർത്തി. അത് ഉറങ്ങിയന്നെ. അതെ അതെ. ഇങ്ങോട്ട് നല്ല വഴിയാ കേട്ടോ, ലെവൽ വഴി. നല്ല വഴിയാന്ന് പറഞ്ഞത് അതായിരിക്കും. പക്ഷെ വനവാ രണ്ട് സൈഡും. ഈ മരങ്ങളും ഉണ്ടോ നമ്മൾ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ കാണുന്ന ടൈപ്പ് മരമല്ലേ ഇത്? അതെ അതെ അതെ. ചിത്വാൻ നാഷണൽ പാർക്കിന്റെ ഭാഗമാണ് ഇതെല്ലാം. നദിയെല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുക. നല്ല ഉരുളൻകല്ലുകളാണ് നദിയിൽ മൊത്തം. നെറ്റ്വർക്കൊക്കെ ടൗണിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാത്തടത്ത് ഒട്ടും റേഞ്ചും ഇല്ല, നെറ്റും ഇല്ല. ഇവിടെ കൂടുതൽ എൻസെൽ എന്ന് പറഞ്ഞ നെറ്റ്വർക്കാണ്. അരുൺഖോലാണ് ഈ സ്ഥലപ്പേര്. അപ്പം നമ്മുടെ ഇന്ത്യൻ സിം ഒന്നും ഇവിടെ കിട്ടത്തില്ല. ഞങ്ങളപ്പം ഓർഡർ ചെയ്യുന്ന 3 പേർക്ക് ഓരോ സിം എടുത്തായിരുന്നു. ആദ്യം 2 പേർക്ക് എടുത്തുള്ളായിരുന്നു, പിന്നെ ഒന്നുകൂടെ മെയിൻ ഡ്രൈവർക്ക് കൂടെ ഒരെണ്ണം എടുത്ത് കൊടുത്തു. അങ്ങനെ 3 പേർക്ക് ഓരോ നമ്പർ കിട്ടി. അതോ ലാസ്റ്റ് 3, 4, 5 എന്ന് പറയുന്ന പോലെ നമ്പർ കിട്ടി. ഇതാണ് അരുൺഖോല ബ്രിഡ്ജ്. ഇതുണ്ട്, ഇതും വലിയൊരു നദിയാണല്ലോ. ഇത് ആ നദി തന്നെയാന്ന് തോന്നുന്നു. ആ നദി പുറയിലല്ലേ, കഴിഞ്ഞു പോയില്ലേ? അതിങ്ങനെ പല പാർട്ടായിട്ടാണ് ഒഴുകുന്നത്. ഇതേപോലത്തെ ഒരു പാലമാണ് അവിടെ താർന്ന് കിടക്കുന്നത്. ഒരു പകുതി മുക്കാൽ ഭാഗം കഴിയുന്നിടത്ത് മൊത്തം ഇടിഞ്ഞു പോയി, പൊളിഞ്ഞു പോയി. നദികൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നാണല്ലോ. അതെ, മഞ്ഞുരുകുന്ന സമയത്തായിരിക്കും ഇവിടെ വെള്ളം കൂടുതൽ കേട്ടോ. ചിലപ്പോൾ ആയിരിക്കും. ട്രാക്ടർ വർക്ക്ഷോപ്പാണ്, അതൊരു പെട്രോൾ പമ്പുമാണ്. നേപ്പാൾ ഓയിൽ കോർപ്പറേഷൻ. ഒരു അമ്മച്ചി ഉണ്ടോ പുല്ലും വിറകും ഒക്കെ കൊണ്ടുവന്ന് മേഘാലയയിലെ കാണുന്ന സൈസ് കോട്ടയാ പുറത്ത്. ഇതൊരു ഹോട്ടലും ധാബയും കൂടെ, പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. നേപ്പാളിൽ ഇനിയേ ലോറിയും കൊണ്ട് വരുന്നില്ല. എന്താന്ന് ചോദിച്ചാൽ ആ ബോർഡറിൽ വന്നുള്ള കിടപ്പ് അൺസഹിക്കബിൾ. വേറൊന്നും കൊണ്ടല്ല, വാഷ്റൂം ഒന്നും ഇല്ലാത്ത, പിന്നെ പൊടി അലർജി. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാരവനും കൊണ്ട് വരാം. മൊത്തം നേപ്പാൾ മൊത്തം കറങ്ങണം. നമ്മള് കുട്ടിമാമ അന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു നിങ്ങൾ കാരവനും കൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നുവെച്ചാൽ അന്ന് നമ്മള് കാരവൻ പണിയാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളിവിടെ വരുന്നത്. അതെ അതെ അതെ. അപ്പൊ നമ്മളോട് നമ്മൾ വരാന്നൊക്കെ പറഞ്ഞ അന്ന് പോയത്. നദിയിൽ നിന്ന് കല്ല് കയറ്റിക്കൊണ്ട് വരുന്നുണ്ടോ? നേരെ നദിയിലോട്ട് വണ്ടി കൊണ്ട് നിർത്തുക, കോരി കയറ്റുക. ഇതേപോലെ തന്നെ നമ്മുടെ വേറൊരു വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് ഇതുപോലെ അങ്കോള കഴിഞ്ഞ് അങ്ങോട്ട് എല്ലാപ്പൂര് പോകുന്ന വഴിക്ക് നിർത്തിയിട്ട് ഡ്രൈവർമാർ കിടന്നുറങ്ങിയ 2 വണ്ടി. ഒരു വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് അഴിച്ചോണ്ട് പോയി, 2 ബ്രേക്ക് ലൈറ്റ് അഴിച്ചോണ്ട് പോയി, 2 വണ്ടിയിൽ നിന്ന് ഡീസൽ അടിച്ചു മാറ്റി വിട്ടു. ഒരു ടാങ്കിലെ ഡീസൽ മൊത്തം അടിച്ചോണ്ട് പോയി. ഒരു 1.5-2 വർഷമായി കാണും. ഇവിടെ ഇത് ടാറിങ്ങൊക്കെ നടക്കുക. ഈ വണ്ടി ഇവിടെ കൂടുതലുള്ള ഹോവോ. ഈ മെഷീനറി എല്ലാം ചൈനീസാണ്. ഇങ്ങോട്ട് നല്ല വഴിയാണ് കേട്ടോ. നല്ല വഴിയാണ്, പെട്ടെന്ന് ഓടിയെത്തും. ഇപ്പോഴാ മഹേന്ദ്ര രാജ്മാർഗ് എന്നുള്ള പേരിനൊരു അർത്ഥം വേണം. അതെ അതെ. ആ ഒരു റോയൽറ്റി വന്ന ഇപ്പോഴാണ്. അതെ അതെ. ഇതന്നെ തിരിക്കാൻ പോകണ വണ്ടി, തിരിക്കാൻ തോന്നേ. കാണുമ്പോ ഇതേ നിരപ്പ് വഴിയാന്ന് തോന്നും, പക്ഷെ നല്ല കയറ്റം കേട്ടോ. വണ്ടി സെക്കൻഡിലാണ് കയറി പോകുന്നത് അല്ലേ? ബ്രേക്ക് ലൈറ്റ് നമുക്കേ ഇന്ത്യയിലേക്ക് ചെന്നിട്ട് മേടിക്കാം. അത് മതി. ഇനി ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് പിന്നെ അടിച്ചോണ്ട് പോയാലോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ആണ്, അതല്ല ഉദ്ദേശിച്ചേ. പിന്നെ ഇവിടെ വിലയും കൂടുതലല്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചേ. ഇച്ചിരൂടെ ദീർഘവീക്ഷണമുള്ള ആളല്ലേ. ഞാൻ പൈസ കൂടുതലാണല്ലോ എന്നാ ഉദ്ദേശിച്ചേ. അപ്പൊ ഇനി അടുത്ത് പഠിപ്പിച്ച ഇനി അത് അടിച്ചോണ്ട് പോയാലോ? ഇനിയും കൊണ്ടുപോയാലേ ആ ചെറിയ ഉണ്ടലൈറ്റല്ലേ അഴിച്ചോണ്ട് പോകുള്ളൂ. അത് 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനം. ഈ വനത്തിലേക്ക് നിൽക്കുക, ചിറ്റീന്താ നിൽക്കുന്നത്. പക്ഷെ ഇതിന് പൊക്കമില്ല, ചെറുതാണല്ലോ. ആ ചിറ്റീന്റെ ചെറുതാ കൂടുതലും. അല്ല, ഇത് നമ്മുടെ അവിടെ ഉള്ള ഇതിനും പൊക്കമുണ്ട്, വലുതും ഉണ്ട്. ആ ഒരു ചെറിയ കയറ്റം കയറി വീണ്ടും ഇറക്കം. നല്ല ഇറക്കം കേട്ടോ. അതെ. ഇതൊക്കെ ഇതിലും ഇത് വലിയ ഇതല്ലെന്ന്. ഇതുണ്ടല്ലേ താഴേക്ക് ആയിരുന്നു. മല ഇറങ്ങി താഴ്വരയിലേക്ക് വന്നപ്പോ കണ്ടോ കൃഷിസ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ആ ട്രെയിലറുകൾ കണ്ടോ, അതെല്ലാം സിനോ ട്രക്ക്, ചൈന വണ്ടിയാ. ഗോതമ്പല്ലേ? അതെ, ഗോതമ്പ. ഗിർവാരി ബ്രിഡ്ജ്. ഇതും പഴയ പാലമാണ്, അപ്പുറം പുതിയത് പണിയുന്നുണ്ട്. ഈ നദികളെല്ലാം ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്. ഇനി അവിടെ മുന്നേന്ന് വീണ്ടും ഒരു കയറ്റമാണ്. ഈ സ്ഥലപ്പേര് ഗിർവാരി എന്നായിരിക്കും. ആയിരിക്കും. മധ്യബിന്ദു ചൊർമാര എന്നോ നവൽപൂരോ അങ്ങനെ കണ്ട സ്ഥലപ്പേര് എഴുതിയേക്കുന്ന അവിടെ. ഇവിടുത്തെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. ഇത് പബ്ലിക് ടോയ്ലറ്റാണ്. അതുകൊണ്ടാ വണ്ടിയെ വലിച്ചുകൊണ്ടിട്ടേക്കുന്ന സ്വച്ഛ നേപ്പാൾ. മൊബൈൽ ടോയ്ലറ്റാ.
ഇതന്നെ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരുന്നാന്ന് തോന്നുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്താ മധ്യബിന്ദു കൈലാസേശ്വർ ശിവ മന്ദിർ. ശക്തിപീഠ് ആണ്ടോ. ചെറിയ വണ്ടിയാ, നീളം കുറഞ്ഞ വണ്ടിയുണ്ടോ. ഇതൊക്കെ ഈ ഗ്രാമങ്ങളിലേക്ക് വലിയ ഹിൽസിലൊക്കെ പോകുന്ന വണ്ടികളാണ്. ഇത് പഴയ ഒരു പാലമാണ്. അതുണ്ടോ സാനിയുടെ ആ മെഷീൻ കണ്ടോ. ഇത് നമ്മുടെ അവിടെ ഇന്ത്യയിൽ ഇല്ലാത്ത സാധനം കേട്ടോ. അത് എക്സ്കവേറ്റർ പോലെ ഉപയോഗിക്കാവുന്ന ടയറും. ഓടിച്ചോണ്ട് പോവാ. അതെ, അല്ലെങ്കിൽ ചെയിനല്ലേ. ഇവിടുത്തെ വണ്ടികളെല്ലാം കളർഫുള്ളാ അല്ലേ. അതെ അതെ. നല്ല കടുപ്പമുള്ള കളറാണ് എല്ലാം അടിക്കുന്നത്. ഇവരാണല്ലേ ഡ്രസ്സ് ധരിക്കുന്നത് അങ്ങനെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കൂടുതലും ധരിക്കുന്നത്. അതുണ്ടോ ഒറ്റ കൊമ്പുള്ള കാണ്ടാമൃഗം അല്ലേ. ഇത് നമ്മുടെ ആസാമിലെ കാണ്ടാമൃഗമല്ലേ. ആ അതെ, ചിത്വാൻ നാഷണൽ പാർക്ക്. ആ ഇവിടെയും കാണും. 2070 നാഷണൽ പാർക്ക് ആയതാണ്. അല്ല 2070 അല്ല, 2070. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ. 1970 ആയിരിക്കും. നോക്കട്ടെ. ആസ്പത്താൽ മധ്യബിന്ദു പ്രാദേശിക ഹോസ്പിറ്റൽ. ഇത് എന്തോ ഓഫീസാണ് കേട്ടോ, കാര്യാലയ. ഇതൊരു വലിയ നദിയാണ്. അതുകൊണ്ടോ നദിയിൽ നിന്ന് മണൽ കയറ്റിക്കൊണ്ടുവരുന്ന വണ്ടി. അപ്പം നമ്മളങ്ങനെ നേപ്പാളിനുള്ളിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയൊരു 150 കിലോമീറ്ററും കൂടെ ഓടിയാലേ നമ്മൾ കാഠ്മണ്ഡുവിലേക്ക് എത്തത്തുള്ളൂ. ഏകദേശം നമ്മളിപ്പം ബോർഡറിൽ നിന്ന് ഒരു 120-125 കിലോമീറ്റർ വന്നു. ആ അപ്പം എന്നാൽ പിന്നെ കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.